രാവിലെ തുടങ്ങി രാത്രി ഉറങ്ങുന്നതുവരെ ഫോണിൽ തന്നെ ഒട്ടുമിക്ക സമയവും ചിലവഴിക്കുന്ന നമ്മൾ പലപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഫോൺ ചാർജിന് വച്ച ശേഷം മാത്രമാണ് ഉറങ്ങാൻ കിടക്കുക തന്നെ. അങ്ങനെ ഫോൺ പൊട്ടിത്തെറിച്ച് മരണത്തിൽ വരെ എത്തി നിൽക്കുന്ന അപകടങ്ങൾ ഉണ്ടാകുന്ന പല വാർത്തകളും നമ്മൾ കേട്ടും കണ്ടുമറിഞ്ഞതാണ്. ഇപ്പോൾ മറ്റൊരു വാർത്ത പ്രവാസ ലോകത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഏറെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണിത്. മൊബൈൽ ഫോൺ ചാർജർ പൊട്ടിത്തെറിച്ച് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്തു മരിക്കുകയുണ്ടായി. വാർത്തയിലേക്ക്. മൊബൈൽ ഫോൺ ചാർജർ പൊട്ടിത്തെറിച്ച് ഫ്ളാറ്റിൽ അഗ്നിബാധയുണ്ടായി. ഈജിപ്ഷ്യൻ കുടുംബത്തിലെ 2 കുട്ടികൾ വെന്തു മരിക്കുകയുണ്ടായി. 11 വയസ്സുള്ള ഹന, 9 വയസ്സുള്ള സലീം എന്നീ സഹോദരങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ചാർജർ പൊട്ടിത്തെറിച്ച് മുറിയിൽ അഗ്നിബാധയുണ്ടാവുകയായിരുന്നു. വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് പിതാവ് പറയുകയുണ്ടായി. 10 മിനിറ്റിനു ശേഷം കെട്ടിട ഉടമ ഫോണിൽ ബന്ധപ്പെട്ട് ഫ്ളാറ്റിൽ അഗ്നിബാധയുണ്ടായതായി അറിയിക്കുകയുണ്ടായി. സിവിൽ ഡിഫൻസ് അധികൃതർ എത്തി തീയണച്ചപ്പോഴേക്കും ഇരുവരും മരണപ്പെട്ടിരുന്നു. മൃതദേഹങ്ങൾ റിയാദിൽ നിന്ന് കെയ്റോയിലെത്തിച്ച് മുസ്തഫ മഹ്മൂദ് മസ്ജിദിൽ മറവു ചെയ്യുകയുണ്ടായി. പ്രവാസികളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. ഒപ്പം മുൻകരുതലിന്റെ വാർത്ത കൂടിയെന്നും ഓർക്കണം. ഇതൊക്കെ ഓരോ മുൻകരുതലുകളായും ഇനിയുള്ള കാര്യങ്ങൾ കരുതലോടെ ചെയ്യാനുമുള്ള വാർത്ത കൂടി തന്നെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഒത്തിരിയേറെ വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. എന്നിരുന്നാൽ തന്നെയും ഓരോ മുൻകരുതലുകൾ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇത്തരം വാർത്തകൾ ആവർത്തിക്കാൻ കാരണമാകുന്നു എന്നതും വ്യക്തമാണ്. ഇന്ത്യയിലും ഇത്തരം വാർത്തകൾ ഒത്തിരിയേറെ പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഈ വാർത്തകൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ് പ്രഥമ മാനദണ്ഡം. ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് ഫോൺ സംസാരിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവസാനിപ്പിക്കുക തന്നെ വേണം. രാത്രി മുഴുവൻ ഫോൺ ചാർജിങ്ങിന് കുത്തിയിടാതിരിക്കുക. ഒരു കാരണവശാലും ഫോൺ തലയണയുടെ അടിയിൽ വെച്ചുകൊണ്ട് ചാർജിങ് മൂലമുള്ള ചൂടിനൊപ്പം തലയണയുടെ കീഴിലെ സമ്മർദ്ദവും ചൂടും കൂടിയാവുമ്പോൾ അപകട സാധ്യതയേറും. ചാർജിങ്ങിനിടയിൽ ഫോൺ അമിതമായി ചൂടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ചാർജിങ് അവസാനിപ്പിക്കുക. ഫോൺ തണുത്തതിനു ശേഷം മാത്രം വീണ്ടും ചാർജ് ചെയ്യുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.